ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2ന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ റീമേക്ക് വേർഷന്റെ റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനന്ദിനെ ഗോമതിയും ബാലനും നിർബന്ധിക്കുകയാണ്. എടാ നീ ഒന്ന് പോയി ദേവിമോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഗോമതി പറയുമ്പോഴേക്കും ബാലൻ പറയണ്ട്, ശരിയാ ദേവി മോളെ നീ പോയി കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും ഗോമതിയും കൂടി പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുമ്പോ ആനന്ദ് പറയൂ, വേണ്ട വേണ്ട അച്ഛാ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം എന്ന് പറയുമ്പോ ഗോമതിയോട് പറയണ്ടെന്ന് ഞാനും കൂടി വരാടാ എന്ന് ഗോമതി പറയുമ്പോ വേണ്ട വേണ്ട, അമ്മ ഇവിടെ നിന്നോ, അല്ല ദേവി വരുമ്പോഴേക്കും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ടേ. അപ്പോ ബാലൻ പറയണ്ട, അത് ശരിയാണല്ലോ ഗോമതി, ദേവിമോൾ വരുമ്പോ ആരതി ഒഴിയണ്ടേ, കണ്ണീറൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതുകൊണ്ട് അവൻ പോയി കൂട്ടിക്കൊണ്ടുവരട്ടെ, താനിവിടെ നിന്നോ എന്ന് പറയാണ്. എങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവാടാ, രാഹുകാലം കഴിയണ മുമ്പ് പോയി കൂട്ടിക്കൊണ്ടുവാ എന്ന് പറയാണ്. അങ്ങനെ ആനന്ദ് ദേവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വീട്ടിലേക്ക് പോവാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങനെ ബൈക്കിനെ പോവാട്ടോ. ബൈക്കിന് പോകുമ്പോ ആനന്ദ് ആലോചിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ദേവി ഇങ്ങനെ കള്ളം പറഞ്ഞതും ഹോട്ടലിൽ പോയിട്ട് വെയിറ്ററായിട്ട് ജോലി ചെയ്തതും എല്ലാം തന്നെ ആലോചിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ദേവിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും ആനന്ദിന്റെ തലക്ക് പ്രാന്തൊടിക്കാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഡിവേഴ്സ് നോട്ടില് ഇതില് ഒപ്പിടണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ആനന്ദ്. ശേഷം ആനന്ദ് അകത്തേക്ക് ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ ഉദയഭാനുവും അതുപോലെ തന്നെ സ്ത്രീകളും ഭയങ്കര സന്തോഷമാട്ടോ. അയ്യോ ദേ ആനന്ദ് മോൻ എത്തി, നിർത്ത്, നിങ്ങളുടെ ആനന്ദ് മോനൊന്നും അല്ല ഞാൻ എന്ന് പറയാണ്, വെറും ഒരു ബന്ധം അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും മോനെ, എന്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ അല്ലേ, ഞങ്ങളുടെ മരുമോനെ നീയാണ്, ഞങ്ങൾക്കിപ്പോ ഒരു മരുമോനേ ഉള്ളൂ, അത് നീ തന്നെയാണ്, നിനക്ക് ചിലപ്പോ ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ, ഇപ്പൊ ഞങ്ങളുടെ പേരക്കുട്ടിയുടെ അച്ഛനാ നീ എന്നൊക്കെ പറയാണ്. ദേവി എവിടെ ചോദിക്കുകയാണ്. ദേവി മോളെ ദേവി, അവക്ക് ഭയങ്കര ക്ഷീണമാണെന്തേ, ഷർദിലായിരുന്നു രാവിലെ എന്ന് പറയാണ്. എന്നാ നിങ്ങക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഞാൻ വിളിച്ചതാണ്, അവൾ എവിടെ വരാൻ, എപ്പോഴും നിന്നെ കുറിച്ചുള്ള വിചാരം മാത്രമാണ്, പിന്നെ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഭർത്താവ് കൂടി ഉണ്ടാവുന്ന ആഗ്രഹമായിരിക്കുമല്ലോ എപ്പോഴും, അതുകൊണ്ട് ആ ആഗ്രഹത്തിൽ എന്റെ ദേവി മോൾ ആകെ മനസ്സുടഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ്. ദേവിനെ വിളിക്കുന്നുണ്ടായിരുന്നത്. ദേവി നിന്നെ കൂട്ടിക്കൊണ്ടുവരാനെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇഷ്ടത്തിനല്ല, അവർക്ക് വേണ്ട ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോണത്. വേണ്ട ആനന്ദേട്ട, അങ്ങനെ അവർക്ക് വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു വേണ്ട, ആനന്ദേട്ടൻ എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൂട്ടിക്കൊണ്ടുപോയാൽ മതി. ദേവി നിന്റെ അഭിനയമൊക്കെ കയ്യിൽ വെച്ചോ, വരുന്നുണ്ടെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയും നീ വരുന്നില്ലെന്ന്. എന്താ അത് വേണോ? വേണ്ട ആനന്ദേട്ട, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാ പെട്ടെന്ന് വാ. പിന്നെ ഇതെങ്ങാനും നിന്റെ അഭിനയമാണെന്നുണ്ടെങ്കിൽ ദേവി ഇനി ഞാൻ ദേവമംഗലത്ത് ഒരു സത്യവും പറയാതിരിക്കില്ല, എല്ലാ സത്യവും ഞാൻ പറയും, ഇത് നിന്റെ അഭിനയമാണ് ദേവി, എനിക്ക് സംശയമുണ്ട്, നീ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോ ഉദയഭാനും സ്ത്രീകളെയും പറഞ്ഞിട്ട്, അതെന്താ എന്റെ മോൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ലേ, അവളെന്താ നല്ല പെൺകുട്ടി തന്നെയാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ല, എന്റെ മോൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി നിനക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിനക്ക് സംശയം ഉണ്ടാവും, അതാണ് നിനക്ക് വല്ല കുഴപ്പമുണ്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് ആനന്ദ് പറയണു. വേഗം വരാൻ നോക്ക് എന്ന് പറയണ്ട്. അയ്യോ ബൈക്കിലാണോ പോണത്, ബൈക്കാണോ എന്റെ മോളുടെ വയറ് കുലുങ്ങില്ലേ എന്ന് സ്ത്രീകളെ പറയാണ്. അതെ ഞാൻ പതുക്കെ കൊണ്ടുപോയിക്കോളാം, കേറ്, ബാഗൊക്കെ പിന്നെ എടുത്തോളാം, ഇപ്പൊ കേറാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രീദേവി ആകെ ടെൻഷനിൽ വണ്ടിയിലേക്ക് കേറാട്ടോ. അപ്പൊ എന്താ വേഗം കേറ് എന്ന് ആനന്ദ് പറഞ്ഞ. അങ്ങനെ ദേവി വണ്ടിയിലേക്ക് കേറുന്നുണ്ട്. ശേഷം അവർ കുറച്ചു ദൂരെ യാത്ര ചെയ്യുമ്പോഴേക്കും ആനന്ദ് ഒന്നും മിണ്ടുന്നില്ല. ആനന്ദേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടാതിരിക്കോ, വണ്ടി ഓടിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. പാതി വഴി എത്തുമ്പോഴേക്കും ദേവിക്ക് ചെറിയ തലകറക്കവും ഷർദിയൊക്കെ പോലെ തോന്നുവാണ്. അങ്ങനെ ദേവിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുമ്പോഴേക്കും ആനന്ദ് വിചാരിക്കും, എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഇവള് പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നും കൂടി അറിയാലോ, ചിലപ്പോ ഗ്യാസ് കയറിയതായിരിക്കും, ഇവൾക്ക് ഗ്യാസ് ഇടയ്ക്ക് കയറാറുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അതെ ദേവി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ ഹോസ്പിറ്റലോ, അതെന്തിനാ? അതൊന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയതാണ്, അതല്ല ഈ തലകൾക്കും ഷർദിലും വെച്ചിട്ട് വണ്ടിയിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോഴേ വണ്ടിയിൽ നിന്ന് എങ്ങാനും വീണാലോ, എന്നാൽ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വരാം, ഓട്ടോറിക്ഷയ്ക്ക് വന്നാലത് ശരിയാവില്ല, നിനക്കെന്തോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത്ര ടെൻഷൻ, എന്താ നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഇല്ലാന്നെന്താ ഒന്നുമില്ല, പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവണത്, എന്നാ ശരി ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയണം. ആ ദേവിനെയും കൂട്ടിക്കൊണ്ട് ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട. ദേവിയാണെങ്കിൽ ആകെ ടെൻഷനാണ്, ടീച്ചറെ എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരും, ആനന്ദേട്ടനോട് ഞാൻ എങ്ങനെ പറയും, ഇനി എന്തായാലും നിന്റെ കള്ളത്തരം പൊളിഞ്ഞു, അച്ഛനമ്മയും കാണുമേ ഞാൻ ഇതൊക്കെ അനുഭവിക്കണത്, 1-2 മാസമെങ്കിലും ആനന്ദേട്ടന്റെ സ്നേഹം അനുഭവിക്കാന്ന് വിചാരിച്ചു, അതിനും പറ്റില്ലല്ലോ ഈശ്വര, ഇപ്പൊ തന്നെ സത്യങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ ദേവി ഇങ്ങനെ വിചാരിക്കുക. അപ്പൊ ദേവിയുടെ നമ്പർ വിളിക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി വിളിക്കണം. അപ്പൊ ദേവിനെ അങ്ങനെ ടെസ്റ്റ് നോക്കാത്തത് പരിശോധിക്കുന്നുണ്ട്, ഡോക്ടർ പരിശോധനയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. പരിശോധിച്ചതിന് ശേഷം ആനന്ദിനോട് ഞെട്ടിക്കുന്ന സത്യം ഡോക്ടർ പറയാണ്, അതെ ദേവി പ്രഗ്നന്റ് ആണെന്ന സത്യം. അത് കേൾക്കുമ്പോൾ ദേവിക്ക് അത്ഭുതം തോന്നണേ, താൻ ശരിക്കും പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം, അപ്പൊ ഗ്യാസ് അല്ലേ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആനന്ദിനും മനസ്സിലായി അപ്പൊ ദേവി കള്ളമല്ല പറഞ്ഞത്. അപ്പൊ ആനന്ദ് അങ്ങനെ ദേവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പൊ ആനന്ദിന് അപ്പോഴും ദേഷ്യം തന്നെയാണ് കേട്ടോ ദേവി എടുത്ത്. ഈ ദേഷ്യം എപ്പോഴാണ് മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ദേവി ശരിക്കും പ്രഗ്നന്റ് ആണെന്നാണല്ലോ ആനന്ദ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ദേഷ്യം പതുക്കെ പതുക്കെ മാറും. ഒരു ദിവസം ദേവിയെടുത്ത് ആനന്ദ് തന്നെ പറയും, ശരി
നമ്മുടെ കുഞ്ഞിനെ വേണ്ടി ഞാൻ എല്ലാം ക്ഷമിക്കാം. പക്ഷെ ഇനി മേലെ നീ ഒരു കള്ളത്തരം പോലും എന്നോട് പറയരുതെന്ന് ആനന്ദ് സത്യമിട്ട് വാങ്ങിപ്പിക്കും ദേവീനെ കൊണ്ട്. അങ്ങനെ ദേവി വീണ്ടും ആനന്ദും ഒന്നാവാണ്. അവര് പിന്നെയും പഴയ പോലെ സ്നേഹിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോഴും ദേവി പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടോ. തമിഴിൽ അങ്ങനെയാണ് കേട്ടോ. ഈ ഡോക്ടർ ഇതുപോലെ തന്നെ പറയുകയൊക്കെ ചെയ്യും പ്രഗ്നന്റ് ആണെന്ന്. പക്ഷെ അത് ഡോക്ടർക്കും തെറ്റുപറ്റിയതാണ്. ദേവിക്ക് പ്രഗ്നന്റ് ഒന്നും അല്ല. അത് പ്രഗ്നൻസി ടെസ്റ്റ് ഫെയിൽഡ് ആയി പോണത്. പക്ഷെ ദേവിയുടെ വിചാരം ദേവി പ്രഗ്നന്റ് ആണെന്നാണ്. പിന്നീടാണ് ദേവിക്കൊരു കുറച്ച് 2 മാസം കൂടി കഴിയുമ്പോഴേക്കാണ് ദേവിക്ക് ഇങ്ങനെ മനസ്സിലാവുമല്ലോ പ്രഗ്നന്റ് അല്ലെന്ന്. അപ്പൊ അങ്ങനെ ദേവി ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴാണ് പ്രഗ്നന്റ് അല്ലെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അതും ഭയങ്കര പ്രശ്നമായി കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ദേവി പ്രഗ്നന്റ് ആണെന്ന് തന്നെയാണ് ആനന്ദും വിശ്വസിക്കാൻ പോണത് കേട്ടോ. ആ ഡോക്ടർ അതാണ് പറയാൻ പോണത് അവരോട്. അതേസമയം നമ്മുടെ മാമനും അതുപോലെ സുകന്യയും കൂടി ഹണിമൂണിന് പോയിരിക്കുക കേട്ടോ. ഈ സുകന്യക്കാണെങ്കിൽ ഒരു കാമുകനുണ്ട്. കാമുകൻ എന്ന് പറയാൻ പറ്റില്ല, ലിവിങ് ടുഗദർ ആയിട്ട് ഇവർ നിന്നതാണ് പുറത്ത് കുറെ കാലം. അപ്പോ അയാളെ ചതിച്ചിട്ടാണ് ഇവനെ കല്യാണം കഴിച്ചത്. നമ്മുടെ ആ മാമനെ കല്യാണം കഴിച്ചത് സുകന്യ. അങ്ങനെ ഇവര് ഹണിമൂണിന് പോണ സമയത്ത് അയാള് വരുന്നുണ്ട്. അയാൾ ഒരു വില്ലനാണ് കേട്ടോ. അപ്പൊ അയാള് വരുന്നുണ്ട്. അയാളെ കാണുമ്പോഴാണ് സുകന്യ ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കുന്ന ഭാഗം പ്രൊമോയില് കാണിച്ചില്ല. അത് സുകന്യയുടെ കാമുകനാണ് കേട്ടോ. അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തട്ടിച്ചിട്ടുണ്ട് സുകന്യക്ക് ഇത് തന്നെയാണ് ജോലി. ഒരുപാട് പേരിന്ന് പൈസ മേടിക്കുക, എന്നിട്ട് മേക്കപ്പ് സാധനങ്ങളും ഭക്ഷണവും നല്ല നല്ല വില കൂടിയ ഡ്രസ്സുകളും ബ്രാൻഡഡ് ഡ്രസ്സുകളും ഷൂ ഒക്കെ വാങ്ങിച്ചിടുക, ഇത് തന്നെയാണ് സുകന്യയുടെ പണി കേട്ടോ. അങ്ങനെ നമ്മുടെ സുകന്യ ആ കാമുകനെ കാണുമ്പോൾ ആകെ പേടിച്ച് വിറച്ചു പോവാണ്. പക്ഷെ ധർമ്മൻ അറിയില്ലല്ലോ ഇത് സുകന്യയുടെ കാമുകനാണെന്ന്. അപ്പൊ സുകന്യയുടെ കാമുകനാണ് ധർമ്മനെ പരിചയപ്പെടാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ധർമ്മൻ അപ്പോഴും അറിയില്ല സുകന്യയുടെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുകന്യ ഒരു ദിവസം രാത്രി, അതായത് ഇവിടെ വെച്ചിട്ടല്ല, നമ്മുടെ വീട്ടിലെത്തുമ്പോഴേക്കും സുകന്യ അപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇവർ എപ്പോഴും ഒരു 2-3 മാസം ഇങ്ങനെ തന്നെയാണ് ഇവര് ഒരുമിച്ച് താമസിക്കുന്നില്ല. ഇപ്പോഴും ഒരു ഒരുമിച്ച് നിന്നിട്ടൊന്നുമില്ല, ഒരുമിച്ച് കിടപ്പൊന്നുമില്ല. ഇവർ ഒരുമിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് രീതിയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മാമൻ ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. ഇവളെന്താ ഇങ്ങനത്തെ ഒരു പെണ്ണ്, എന്താ ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരാണ്, വെറുതെ ഒരു ATM മെഷീനാണ്. ഇവൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ക്രീമും അതുപോലെ തന്നെ ഷാമ്പുവും ഡ്രസ്സുകളും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ATM മാത്രമാണ് താൻ എന്നൊക്കെ വെച്ച് മാമൻ കുറച്ച് മദ്യപിക്കുകയാണ്. പക്ഷെ വീട്ടിലാരും അറിയില്ല മാമ മദ്യപിക്കുന്നത്. രാത്രി ആകുമ്പോഴേക്കും റൂമിലേക്ക് വരുമ്പോൾ സുകന്യ നല്ല ഉറക്കമായിരിക്കും. ആ സമയത്ത് മാമൻ സുകന്യയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അടുത്തേക്ക് സുകന്യ അടിമുടി നോക്കിയതിനു ശേഷം സുകന്യനെ പതുക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം മാമൻ കുടിച്ചിട്ടാണെങ്കിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വേണ്ടത് ചീത്ത സ്വഭാവമാണ്, ഇങ്ങനെ ചെയ്തുകൂടെന്ന് മാമന്റെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിലും മാമനാണെങ്കിൽ ഈ സുകന്യ ഒരുപാട് ഉപദ്രവിച്ചതും സുകന്യ ദ്രോഹിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചത്. അതായത് മാനസികമായിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാമന്. അതിന് വരുന്നുള്ളൂ ആ ഭാഗങ്ങൾ വരുന്നുള്ളൂ. മാനസികമായിട്ടും അതുപോലെ തന്നെ ബോഡി ഷേമിംഗ് ഒക്കെ മാമനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ദേഷ്യവും, പിന്നെ സുകന്യ അങ്ങനെ താൻ വന്നാലെന്ത് പോയാലെന്ത്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്ത്, ഒരു കുഴപ്പമില്ല, ഉറങ്ങണം 9 മണിക്ക് രാത്രി ഉറങ്ങണം, രാവിലെ 7 മണിക്ക് എഴുന്നേക്കണം, ആ വിചാരം മാത്രമേ ഉള്ളൂ. ഒരു 10-11 മണിക്കൂർ ഉറങ്ങണം, അത്ര മാത്രമേ സുകന്യക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ചെറുതായിട്ട് ടച്ച് ചെയ്യും. അതിന്റെ പേര് സുകന്യ അവിടെ ഉണ്ടാക്കിയ ഭൂകമ്പം. ധർമ്മൻ എന്തൊക്കെ രീതിയിൽ വഴക്ക് പറയുമെന്ന് അറിയാവോ. അപ്പൊ ആ ഭാഗം നമുക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ച എന്തായാലും കാണാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.